2025 ജൂലൈ മാസഫലങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ചിങ്ങക്കൂർ, മതം, പൂരം, ഉത്തരം ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് സൂര്യനാണ് ഭരണാധിപൻ. സൂര്യൻ്റെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നതാണ്. അതിൻ്റെ സ്വാധീനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. കൂടാതെ ശനിയുടെ മാറ്റങ്ങളെ പല വിധത്തിലാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്. വ്യാഴത്തിൻ്റെ ഉദയം നിങ്ങൾ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെങ്കിലും ചില അവസരങ്ങളിൽ അതിനെ പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു. സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. വിവാഹ സമയമാണിപ്പോൾ. കുട്ടികൾക്ക് അനുകൂലമുള്ള സമയമാണ്. പഠനകാര്യത്തിലും എല്ലാം മുതിർന്നവർക്കും, വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവർക്കും വളരെ നല്ല സമയമാണ് ഈ ചിങ്ങക്കൂർ, ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പതിവ് പോലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന വഴി ഏറ്റവും നല്ല ഗുണഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. കുടുംബക്ഷേത്രങ്ങളിൽ നേർച്ച ചെയ്യുന്നതും ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. ഇനി കന്നിക്കൂറുകാർ ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് രാശാധിപൻ ബുധനാണ്. എന്നവ കൊണ്ട് തന്നെ ബുദ്ധിയും ഊർജവും ഇവരിൽ കൂടുതലായിരിക്കും. മാത്രമല്ല പല കാര്യങ്ങളിലും നിങ്ങളെ തേടി അനുകൂല സമയം കാത്തിരിക്കുന്നു എന്നതും ജൂലൈ മാസത്തെ പ്രത്യേകതയാണ്. പല തടസ്സങ്ങൾക്കും പരിഹാരം കാണുന്നതിനും തീർത്തു വെച്ച് പുനരാരംഭിക്കാവുന്നതാണ്. അനുകൂലമായ സമയമാണ് എന്നതാണ് ജൂലൈ മാസത്തെ ഒരു പ്രത്യേകത. സാമ്പത്തികം ശക്തമായിരിക്കും. കടങ്ങളൊക്കെ വീട്ടാൻ കഴിയും. സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചമായിരിക്കും എന്ന് കരുതി ലോട്ടറി ഒന്നും എടുക്കാനൊന്നും പോകണ്ട. ലോട്ടറി തുക ലഭിക്കണമെങ്കിൽ അതിന് ഒപ്പമുള്ളവരുടെ ഭാഗ്യവും കൂടി നമുക്ക് വേണ്ടുന്നതാണ്. അതുകൊണ്ട് ഈ മാസം പൊതുവേ കന്നിക്കൂറുകാർക്ക് വളരെ നല്ല ഫലമാണ്. പ്രത്യേകിച്ച് ചിത്തിര നക്ഷത്രവും അത്തം നക്ഷത്രത്തിലുള്ളവർക്കും വളരെ നല്ല ഫലങ്ങളാണ് ഈ കന്നിക്കൂറിൽ കാത്തിരിക്കുന്നത്. സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കും. അതിൻ്റെ കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം ഓടിക്കുമ്പോൾ അമിതമായ വേഗത പാടില്ല. നമുക്ക് അല്പം സമയം കുറഞ്ഞാലും നമ്മൾക്ക് സുരക്ഷിതമായി വീട്ടിലെത്താമല്ലോ, അതാണ് വളരെ പ്രധാനം. മറ്റ് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്. സാമ്പത്തിക സ്ഥിതി മികച്ചതാണ്. നന്ദി, നമസ്കാരം.